ഈ പ്രദേശമെല്ലാം നമ്മുടെ കോട്ടയം ജില്ലയുടെ പ്രദേശങ്ങളാട്ടോ. കുറേ ഭാഗം നമ്മുടെ ഇടുക്കി ജില്ലയുണ്ട്. അങ്ങോട്ട് ആ മലയൊക്കെ കോട്ടയം ജില്ലയുടെ ഭാഗങ്ങളാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയുടെ ഭാഗങ്ങളും. ചാവറ മൗണ്ട് സ്കൂളാട്ടോ, പുതിയതായിട്ട് ആരംഭിച്ച സ്കൂളാണ്. അപ്പം ഈ കാണുന്ന റോഡ് നമ്മുടെ പാലായ്ക്കുള്ള റോഡാണ്. ഈ കാണുന്നതാണ് നമ്മുടെ കുഞ്ഞച്ചൻ കുരിശുമല കേട്ടോ. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹായ്, ടിജോയാണ്. ഇന്ന് നമ്മൾ പോണത് അധികം ആരും അറിയത്തില്ലാത്ത അല്ലെങ്കിൽ അധികം പ്രസിദ്ധമാകാത്ത ഒരു സ്ഥലമായ ഒരു കുരിശുമലയിലേക്കാണ് പോണേ. ഇപ്പോൾ കുരിശുമലയുടെ സീസണൊന്നുമല്ല, നല്ല മഴക്കാലമാണ്. അപ്പം ഈ മഴക്കാലത്തെ കുരിശുമലയിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ സ്ഥലം എന്ന് പറയുന്നത് തുടങ്ങാനടുത്തുള്ള കുഞ്ഞച്ചൻ കുരിശുമലയിലേക്കാണ് കേട്ടോ. അപ്പോൾ വില്ലേജ് ബ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തുടങ്ങനാട്ടേക്ക് പോകുന്നത് മൂലവരത്തു നിന്നാണ്. മൂലവരത്തു നിന്ന് കാഞ്ഞാറ് കോളപ്പുറയ്ക്ക് കൂടിയാണ് നമ്മൾ മുട്ടം വരുന്നത്. മൂലവരത്തു നിന്ന് 12 കിലോമീറ്റർ ദൂരമാണ് മുട്ടത്തേക്കുള്ളത്. മുട്ടത്ത് നമ്മൾ പാല പോകുന്ന റൂട്ടിലോട്ട് പോയി അവിടെ നിന്ന് തുടങ്ങനാട് വഴിയാണ് നമ്മൾ കുഞ്ഞച്ചൻ കുരിശുമലയ്ക്ക് പോകുന്നത് കേട്ടോ. അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെ കേട്ടോ നമ്മുടെ മുട്ടം എന്ന് പറയുന്നത്. ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു ടൗണാണിത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പാലായ്ക്കും തൊടുപുഴയ്ക്കും ഈരാറ്റുപേട്ടയ്ക്കൊക്കെ പോകാവേ. അപ്പം നമ്മളിത് പാലാ റൂട്ടിലോട്ട് അല്ലെങ്കിൽ ഈരാറ്റുപേട്ട റൂട്ടിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുട്ടത്തെ സ്റ്റാൻഡ്. ഇവിടെ ബസ്സൊക്കെ കയറി ഇറങ്ങിയാണ് പോകുന്നത്. പുറകിൽ ടാക്സി സ്റ്റാൻഡും ഉണ്ട്. അപ്പോൾ അതേ നമ്മളങ്ങനെ തോട്ടുങ്കര ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് തോട്ടുങ്കര പാലം കാണാം. ഈ പാലം കടന്നിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാക്കൊമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ പോകാൻ സാധിക്കും. അപ്പോൾ ഇതാണ് തോട്ടുങ്കര പാലം. അപ്പോൾ ഈ പാലമൊക്കെ പിന്നിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് എത്തിയപ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു കാറ് കത്തി കിടക്കുന്നത് കാണാം കേട്ടോ. കഴിഞ്ഞ വർഷം കത്തിയതാണ്, ഇതുവരെ ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ ചള്ളാവിലെത്തിയിരിക്കുകയാണ്. ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള ഒരു പഴയ കെട്ടിടമാണ്. ഇവിടെ തട്ടിയൊക്കെയുള്ള കെട്ടിടം. കാണുന്ന വഴിയിലൂടെ പോയാലും നമുക്ക് ഈ ഈരാറ്റുപേട്ട ഭാഗത്തേക്കൊക്കെ പോകാതെ. അങ്ങനെ നമ്മൾ തുടങ്ങനാട് എത്തി. ഇവിടുത്തെ തുടങ്ങനാട് പള്ളിയും സ്കൂളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ നമ്മുടെ കുഞ്ഞച്ചൻ കുരിശുമലയ്ക്ക്. ഇപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഈ ഇടയ്ക്ക് ഓപ്പണായ ഒരു സ്കൂൾ കാണാം കേട്ടോ. ചാവറ മൗണ്ട് CMI പബ്ലിക് സ്കൂളാണ്. ഇവിടെ LKG മുതൽ ഏകദേശം 7ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമാണ് ഇപ്പോൾ ഉള്ളത്. അടുത്ത വർഷത്തേക്ക് ഇത് കൂടുതലാകും. അപ്പം നമ്മളങ്ങനെ 1980-90കളെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള പഴയ കടകളും കാര്യങ്ങളൊക്കെ ഉള്ള തുടങ്ങനാട് വിച്ചാട്ടുകളിലെത്തിയിരിക്കുക കേട്ടോ. ഈ കാണുന്നതെല്ലാം നമ്മുടെ പഴയ തട്ടയുള്ള കടകളാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങനാട് സെൻറ് തോമസ് പള്ളി കാണാവേ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ചാവറ മൗണ്ട് സ്കൂളാട്ടോ, പുതിയതായിട്ട് ആരംഭിച്ച സ്കൂളാണ്. അപ്പം ഈ കാണുന്ന റോഡ് നമ്മുടെ പാലായ്ക്കുള്ള റോഡാണ്. ഈ കാണുന്നതാണ് നമ്മുടെ കുഞ്ഞച്ചൻ കുരിശുമല കേട്ടോ. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വിച്ചാട്ടുകലയും കഴിഞ്ഞ് കരിങ്കുന്ന റോഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് പോകുന്ന വഴിക്ക് റോഡിൻ്റെ ഇരു സൈഡുകൾ നമുക്ക് ഒരുപാട് റബ്ബർ തോട്ടങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ നമ്മുടെ കുരിശുമലയിലേക്ക് പോകാനുള്ള വഴിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ നമ്മുടെ കുരിശുമലയിലേക്ക് പോകാനായിട്ട്. ഈ കാണുന്ന നാലുംകൂടി ജംഗ്ഷനിൽ നിന്ന് നേരെ പോയാൽ കരിങ്കുന്നം പോകാം. നമുക്ക് കൊണ്ട് വലത്തേക്കാണ്. ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കരിങ്കുന്നം നെടുകാടൊക്കെ പോകാവേ. അപ്പോൾ ഈ കാണുന്ന ചെറിയൊരു വഴിയിലൂടെയാണ് നമുക്ക് കുരിശുമലയിലേക്ക് പോകേണ്ടത്. പോകുന്ന വഴിയിൽ ഏതാണ്ട് ഇതുപോലെ തന്നെ വഴികളാണ്, കുറേ കയറ്റമൊക്കെ ഉള്ള വഴികളാണ്. നമ്മുടെ അറക്കുളം തുമ്പിച്ചിമലയും അതുപോലെ അരുവിത്തറയിലെ വല്ലിച്ചമലയുടെ പിന്നിൽ പ്രവർത്തിച്ച ഓലിക്കിലച്ചനാട്ടോ ഈ കുരിശുമലയുടെയും പിന്നിൽ. ഒരുപാട് കയറ്റങ്ങളുള്ള വഴി കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറിനൊക്കെ പോകാൻ പറ്റിയ രീതിയിലുള്ള വഴിയാണ്. നമ്മുടെ തുടങ്ങനാടൊക്കെ ആദ്യകാല കുടിയേറ്റ ഗ്രാമങ്ങളിൽ ഒന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് വരുന്ന വഴിക്ക് പഴയ കാലത്തെ കടകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചത്. ഏകദേശം ഒരു 100 വർഷങ്ങൾക്കപ്പുറമൊക്കെ പല ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നൊക്കെ കുടിയേറിയവരാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് വരുന്ന വഴിക്ക് ഒരുപാട് പഴയ രീതിയിലുള്ള വീടുകൾ കാണാം, പഴയ തറവാടുകളൊക്കെ കാണാൻ സാധിക്കുക. നമ്മൾ ഈ കുരിശുമലയിലൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മഴയില്ലാത്ത സമയത്തൊക്കെ വരുന്നതായിരിക്കും കൂടുതലും നല്ലത്. കാരണം ഒരുപാട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വഴിയൊക്കെ കുറച്ച് തെന്നലൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മളിപ്പോൾ കയറിപ്പോകുന്ന വഴിയൊക്കെ തെന്നലുണ്ടാകുന്ന വഴിയാണ്. അപ്പോൾ ഞാനൊക്കെ ഈ കുരിശുമലയിലേക്ക് വന്നപ്പം കുറച്ചുകൂടെ വഴി വെച്ചിട്ടാണ് വന്നത്. കാരണം ഇങ്ങോട്ട് വരുന്ന വഴിയിൽ മെയിൻ ബോർഡൊന്നും അല്ലെങ്കിൽ പള്ളിയുടെ ബോർഡൊന്നും വെച്ചിട്ടില്ലായേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചോദിച്ചു വേണം വരാൻ. അപ്പം ഇവിടുത്തെ ഇടവക അധികാരികൾ ഒരു ബോർഡൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് കൂടുതൽ ഉപകാരപ്പെടും. അങ്ങനെ മൂലവരത്തു നിന്ന് ആരംഭിച്ച നമ്മുടെ യാത്ര മുട്ടവും കഴിഞ്ഞ് തുടങ്ങാടും കഴിഞ്ഞ് നമ്മളങ്ങനെ കുരിശുമലയുടെ അടിവാരത്തെ എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ ഒരു കുരിശ് കാണാം. ഈ കാണുന്ന വഴിയിലൂടെ, ഈ കോൺക്രീറ്റ് വഴിയിലൂടെ വേണം നമുക്ക് കുരിശുമലയിലേക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ദൂരം വണ്ടി കൊണ്ടുപോകാം. അവിടെ നിന്ന് എങ്ങനെയാണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് എന്തായാലും നോക്കാം കേട്ടോ. ഈ വഴിക്ക് കുറച്ച് പോണേ. അപ്പോൾ ഈ വഴിയൊക്കെ അത്യാവശ്യം മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തെന്നലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചാണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ വണ്ടിയൊക്കെ വെച്ചിട്ട് ഇത് നടക്കാൻ പോകാം. അത്യാവശ്യം തെന്നലുള്ള വഴിയായതുകൊണ്ട് നമുക്ക് വണ്ടി കയറ്റിക്കൊണ്ട് പോകത്തില്ല. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മലകളുടെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ അതേ മഴയൊക്കെ ചാറുന്നുണ്ട്. ഈ മഴയത്താണ്, ചെറിയ മഴയത്താണ് നമ്മൾ കുഞ്ഞച്ചൻ കുരിശുമല കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഏകദേശം ഒരു 20 വർഷത്തോളമായിട്ടുണ്ടാവും ഈ കുരിശുമല ഇവിടെ സ്ഥാപിച്ചിട്ട്. അപ്പോൾ അങ്ങോട്ട് കയറുന്ന വഴിയിലെ കൈവരികളാണ് കാണുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ഇത് ചെമ്പകമരമൊക്കെ ഉണ്ട്. ഇത് പൂവൊന്നും ഉണ്ടായിട്ടില്ല. ഈ സൈഡിലൊക്കെ വീടുകളൊക്കെ ഉണ്ട്. നമ്മൾ കയറി വരുന്ന വഴിക്കൊക്കെ നമുക്ക് വീടുകൾ കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡായിട്ട് നമുക്ക് കുറേ മലനിരകൾ, റബ്ബർ തോട്ടങ്ങൾ, കുറച്ച് കാഴ്ചകൾ കാണാം. മേളിൽ ചെന്നിട്ട് നമുക്ക് എല്ലാ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇനി അങ്ങോട്ട് ചെറിയ ഓഫ് റോഡ് പോലെയാണ്. ഇവിടെ മെയിനായിട്ടും ഈ ദുഃഖ വെള്ളിയാഴ്ച, നാൽപ്പം വെള്ളിയാഴ്ച, പുതിയ ആറ് തുടങ്ങിയ ദിവസങ്ങളിലാണ് ഇവിടെ മെയിനായിട്ട് ഇവിടെ ആൾക്കാർ കുരിശുമല കയറാൻ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി കയറ്റിക്കൊണ്ട് വരാത്ത നന്നായി കേട്ടോ, അല്ലെങ്കിൽ പെട്ടുപോയേനെ. പിന്നെ അങ്ങോട്ട് ചെല്ലുന്തോറും മൊത്തത്തിൽ എന്നാ പറയണേ, മഴ പെയ്ത് ഒരുപാട് പള്ളകളൊക്കെ ഉണ്ടായിട്ട് ആ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. കോൺക്രീറ്റ് റോഡ് മാറിയിട്ട് ഇത് പുൽ റോഡായിട്ടോ. മണ്ണിൽ മൊത്തം ഇങ്ങനെ പള്ളയൊക്കെ പിടിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണോ? ഈ വഴിക്ക് തന്നെയാണോ അങ്ങോട്ട് പോണേ? മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല ആർത്താട്ടോ പുല്ലുണ്ടായേക്കുന്നത്. അപ്പോൾ ഈ പുല്ലൊക്കെ വാങ്ങി പറ്റിയിട്ട് വേണം നമുക്ക് ഈ കുരിശുമലയിലോട്ട് എത്തിച്ചേരാനായിട്ട്. എന്നിട്ട് നമ്മൾ കുരിശുമലയുടെ അടുത്തെത്താറായിരിക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ കുരിശുമലയുടെ ഓരോരോ ഭാഗങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതേ കുരിശുമലയുടെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇതേ മാതാവിൻ്റെ ഒരു രൂപവും, അതുപോലെ ഇതേ താഴെ മാതാവും, അതുപോലെ മറ്റു വിശുദ്ധന്മാരൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാവേ. ഇതിവിടെ ഒരു ചെറിയ കിണറുണ്ടെന്ന് തോന്നുന്നു. ഇത് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുഞ്ഞച്ചൻ കുരിശുമല ഗ്രോട്ടോയുടെ ശിലാസ്ഥലം സ്ഥാപിച്ചേക്കുന്നത് കാണാം കേട്ടോ. കുഞ്ഞച്ചൻ കുരിശുമല ഗ്രോട്ടോ ആരൊക്കെ ഡൊണേറ്റ് ചെയ്തതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 26/9/2008 അപ്പോൾ ഇതേ കാണുന്ന വഴിയിലൂടെയാണ്, നമുക്കിവിടെ പോയാലാണ് ഇവിടുത്തെ ഗ്രോട്ടോ അല്ലെങ്കിൽ അവിടുത്തെ കുരിശുപള്ളിയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ കാഴ്ചകളെല്ലാം കാണാൻ നോക്കാം. അപ്പോൾ ഇതേ നമ്മളവിടുത്തെ ഗ്രോട്ടോയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ശരിക്കും തുടങ്ങനാട് പള്ളിയുടെ കീഴിലാണ് ഈ കുരിശുമല ഉള്ളത്. അപ്പോൾ ഇതേ ഒരു കള്ളിമുള്ളിച്ചെടി കഴിക്കുന്നുണ്ടോ. നമ്മുടെ കുഞ്ഞച്ചൻ കുരിശുമല മനോഹരമായിട്ടൊരു വ്യൂ പോയിന്റ് കൂടിയാട്ടോ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കിതേ ഇവിടെ കുറേ റബ്ബർ തോട്ടങ്ങളുടെ കാഴ്ചകൾ, കന്നാരത്തോട്ടങ്ങളുടെ കാഴ്ചകൾ, ഇവിടെ വീടുകൾ, ഒരുപാട് വീടുകൾ നമുക്ക് കാണാം. ഇതേ കാണുന്ന കേട്ടോ ചാവറാമണ്ട് സ്കൂള്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങനാട് പള്ളിയുടെ ആ കുരിശൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ മഴ പെയ്തുകൊണ്ടേ പാറയെല്ലാം നല്ല തെറ്റി കിടക്കുന്നത്. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്, വ്യൂ പോയിന്റ് മാത്രമല്ല. അപ്പം ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇവിടുത്തെ ഗ്രോട്ടോ എന്ന് കാണാം. 2006 കേട്ടോ ഈ ഗ്രോട്ടോ ഒക്കെ ഇവിടെ സ്ഥാപിച്ചത്. ഏകദേശം ഒരു 20 വർഷമാകുന്നു. അപ്പം ഇതാണ് ഗ്രോട്ടോ. പള്ളിമണിയും പഴയ രീതിയിലുള്ള കോളാമ്പിയും. ഇതാണ് നമ്മുടെ കുഞ്ഞച്ചൻ കുരിശുമല എന്നുള്ള മനോഹരമായ കാഴ്ചകൾ. ഈ ഭാഗമെല്ലാം ഇല്ലിയാരി പഴയമറ്റ ഭാഗങ്ങളാണ്. ഇത് ഇവിടെ നമുക്ക് വലിയതായിട്ടൊരു പാറയൊക്കെ കാണാം. ഈ കാണുന്ന കെട്ടിടം കുഞ്ഞച്ചൻ ഭവൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. 2006-2007 കാലഘട്ടത്തിൽ നിർമ്മിച്ചേക്കുന്ന ഒരു കെട്ടിടമാണത്. അപ്പോൾ ഇവിടെ നേരെ നോക്കി കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഒരു മാർത്തോമ കുരിശും തൊട്ടടുത്തായിട്ട് നമുക്ക് ചെറിയൊരു കുരിശുപള്ളിയും കാണാതെ. അപ്പം ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. 10-20 വർഷമായി ഇവിടെ ഒരു കുരിശുമല ഉണ്ടെങ്കിലും ഈ മലയും ഈ കുരിശുപള്ളിയൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. കുഞ്ഞച്ചൻ്റെ ഒരു രൂപമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രദേശം എല്ലാം നമ്മുടെ കോട്ടയം ജില്ലയുടെ പ്രദേശങ്ങളാട്ടോ. കുറേ ഭാഗം നമ്മുടെ ഇടുക്കി ജില്ലയുണ്ട്. അങ്ങോട്ട് ആ മലയൊക്കെ കോട്ടയം ജില്ലയുടെ ഭാഗങ്ങളാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയുടെ ഭാഗങ്ങളും.
ഇപ്പം സീസണൊന്നും അല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ കിടക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നല്ല വൃത്തിയായിട്ട് മനോഹരമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഈ നമ്മുടെ നൊയമ്പ് കാലമൊന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ കാണുന്നത് കേട്ടോ. എല്ലാ കുരിശുമലയുടെയും അവസ്ഥ ഏതാണ്ട് ഇത് കണക്ക് തന്നെയാണ്. ആ സമയമാകുമ്പോഴേക്കുമാണ് ഇവിടെ ഈ വെട്ടിത്തെളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് പല സ്ഥലത്തെയും അവസ്ഥ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ അധികം പ്രശസ്തമാകാത്ത തുടങ്ങാൻ അടുത്തുള്ള കുഞ്ഞറ്റം കുരിശുമലയിലെ കാഴ്ചകളും വിശേഷങ്ങളും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.